ഇടുക്കി ഗ്രാമ്പിയിൽ വീണ്ടും അജ്ഞാത ജീവി വളർത്തുമൃഗങ്ങളെ കൊന്നു. ആക്രമിച്ചത് കടുവ എന്ന സംശയമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. പോപ്സ് ഗ്രൂപ്പിന്റെ ഗ്രാമ്പി എസ്റ്റേറ്റിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സംഭവം. നിതിൻ തോമസ് ഉണ്ട്. നിതിൻ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഏതെങ്കിലും തരത്തിൽ സ്ഥിരീകരണം നടത്തുന്നുണ്ടോ? നിലവിൽ സ്ഥിരീകരിക്കാൻ സാധിക്കുന്ന നിലയിലൊരു തെളിവുകളോ മറ്റു കാര്യങ്ങളോ ലഭിച്ചിട്ടില്ല. ഈ വളർത്തുമൃഗങ്ങളുടെ അതായത് ഭക്ഷിച്ചതിന് ശേഷമുള്ള ഈ അജ്ഞാത ജീവി ഭക്ഷിച്ചതിന് ശേഷമുള്ള വളർത്തുമൃഗങ്ങളെ മാത്രമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിനാൽ എന്താണ് ആക്രമിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടില്ല. നിലവിൽ വനം വകുപ്പ് സംഭവ സ്ഥലത്ത് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഗ്രാമ്പി എന്ന് പറയുന്നത് ഇതിനു മുമ്പ് കഴിഞ്ഞ ഒരു ഇടവേളയ്ക്ക് മുമ്പ് ഇവിടെ നിന്നും ഒരു കടുവേനെ പിടികൂടിയിരുന്നു. അത് വലിയ രീതിയിൽ വാർത്തയായി മാറിയിരുന്നു. അതുകൊണ്ടാണ് കടുവയാണോ എന്നൊരു സംശയം അവിടെയുള്ള എസ്റ്റേറ്റ് തൊഴിലാളികൾക്കും മറ്റുമുള്ളത്. എസ്റ്റേറ്റ് തൊഴിലാളിയായ മഹാദേവന്റെ 2 പശുക്കളിൽ ഒന്നിനെ കൊല്ലുകയും ഒരെണ്ണത്തിനെ ആക്രമിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിരവധി പേരുടെ വളർത്തു നായ്ക്കളെ കാണാതായതായും പരാതിയുണ്ട്. ബുധനാഴ്ച രാത്രി 9:30 ഗ്രാമ്പി എസ്റ്റേറ്റിലെ തൊഴിലാളിയായ സൗമ്യ വീട്ടുമുറ്റത്ത് പൂച്ചയുടെ കരച്ചിലും ബഹളവും കേട്ട് പുറത്തിറങ്ങിയപ്പോൾ കടുവയോ പുലിയോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അജ്ഞാത ജീവി ഈ പൂച്ചയെ പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ടും ഈ സൗമ്യ എന്ന് പറയുന്ന സ്ത്രീ കണ്ടതായും പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ പ്രദേശങ്ങളിലൊട്ടാകെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. ഈ ക്യാമറകളിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ജീവികളുടെ സാന്നിധ്യം അറിയിക്കുമോ എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ സ്ഥലത്ത് രാത്രിയും പകലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പെട്രോളിംഗ് നടത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഗ്രാമ്പി എസ്റ്റേറ്റിലാണ് ഒരു സംഭവം ഉണ്ടായത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത്. നിതിൻ തോമസ് ആണ് ആ വിവരങ്ങൾ നൽകിയത്.